പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരുന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം പറയാൻ ദൈവം അനുഗ്രഹിച്ചതോർത്ത് നന്ദി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ എറണാകുളം ബസിലിക്ക എന്ന് പറയുന്നൊരു ക്ലാസ് നമ്മൾ കേട്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 2-3 പേര് വിളിച്ചിരുന്നു. അവരൊക്കെ വിളിച്ചിട്ട് പറയുന്നത്, നമ്മുടെ കത്തോലിക്ക സഭയിൽ ഇത്രമാത്രം ശക്തമായ തകർച്ചകൾ വന്നാൽ നമ്മുടെ കുടുംബങ്ങളുടെ അവസ്ഥ എന്താകുമെന്നാണ് ചോദ്യം. ആ ചോദ്യത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴും പല രീതിയിൽ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ചും വന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് ശക്തി പകരുന്നത് വിശുദ്ധ ബലിയും ദേവാലയവും ധ്യാനങ്ങളും ആരാധനകളുമൊക്കെയാണ്. വിശുദ്ധ ഗ്രന്ഥത്തെ സംബന്ധിക്കുന്ന അടിസ്ഥാനപരമായ രഹസ്യങ്ങളും അതിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൈവിക ശക്തിയും മനസ്സിലാക്കിക്കൊണ്ടൊക്കെയുള്ള ജീവിതം ക്രമീകരിക്കാൻ നമുക്ക് ധ്യാനങ്ങളും ആരാധനകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതും ആവശ്യമാണ്. എന്നാൽ ഇന്ന് നമ്മുടെ സഭയിൽ നമുക്ക് നടക്കുന്ന അസ്വസ്ഥതകൾ നമ്മെ ഒത്തിരി സ്വാധീനിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് കേരളത്തിൻ്റെ 2 ജില്ലകളിൽ നിന്ന് വിളിച്ചവർ പറഞ്ഞത് മദ്യപാനത്തിൻ്റെ തിക്തഫലത്തെക്കുറിച്ച്, ആ ഭവനം അനുഭവിക്കുന്ന വേദനകളെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മുടെ എറണാകുളത്തോ അങ്കമാലിയിലോ എന്ത് സംഭവിച്ചാൽ നമുക്കെന്ത് ചെയ്യണമെന്നാണ് ആദ്യത്തെ ഒരു മാനുഷിക കാഴ്ചപ്പാട്. അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഇസ്രായേലും ഹമാസുമായിട്ടുള്ള യുദ്ധം, അല്ലെങ്കിൽ ഇറാനും അമേരിക്ക തമ്മിൽ യുദ്ധം വന്നാൽ നമുക്കെന്ത് ചെയ്യണം? നമ്മളെ ബാധിക്കുന്ന പ്രശ്നം, നമ്മൾ ഇന്ത്യയിൽ താമസിക്കുന്നത്, മറ്റൊരു ഭൂഖണ്ഡത്തിലാണ്, പിന്നെ എന്താ പ്രശ്നം എന്നാണ് ചിന്തിക്കുക. പക്ഷേ പ്രിയപ്പെട്ടവർ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തിൻ്റെ ഏതൊരു ഭാഗത്ത് ഇനിയുള്ള കാലങ്ങളിൽ എന്ത് സംഭവിച്ചാലും ഒന്ന് മീഡിയ വഴി എല്ലാവരും അറിയുന്നു, 2 അത് ഇന്നല്ല നാളെ എല്ലാവരും ബാധിക്കുന്നൊരു പ്രശ്നം, ബാധിക്കുന്നൊരു വിഷയം അതിനകത്തുണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, ട്രംപിൻ്റെ രാജ്യത്തു നിന്ന് വിദേശ മലയാളികളെ, പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ കയറ്റിവിടുന്നു. അപ്പോൾ ഇന്ത്യയും ആ രാജ്യം തമ്മിലുള്ള പ്രശ്നത്തിന് ബാധിക്കുന്നു. ഇവിടുന്ന് ജോലി തേടിച്ചെന്ന് അവരെ ബാധിക്കുന്നു. അവരുടെ കുടുംബങ്ങളുടെ പ്രശ്നം അവരെ ബാധിക്കുന്നു. കുടുംബത്തിൽ സമ്പത്തില്ലാതെയും ജോലി നഷ്ടപ്പെട്ടതിൻ്റെ വേദനയും അവിടെ പിരിമുറുക്കം വർദ്ധിക്കുന്നു. അങ്ങനെ അമേരിക്ക പോയിട്ട് രക്ഷപ്പെടാൻ പറ്റാതിൻ്റെ പുറത്ത് അവർ നഷ്ടപ്പെട്ട പൈസ ഓർത്ത് ദുഃഖിക്കുന്നു. അതിൻ്റെ പേരിൽ അവൻ മദ്യപാനിയായിട്ട് മാറുന്നു, നിരാശയിലേക്ക് വരുന്നു. അവന് പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, ദേവാലയത്തോട് താല്പര്യമില്ല, എല്ലാവരോടും പുച്ഛവും വെറുപ്പും തോന്നുന്നു. അങ്ങനെ സഭയോട് താല്പര്യമില്ല, കുദാശയോട് താല്പര്യമില്ല, യേശുവോട് താല്പര്യമില്ല, വചനത്തോട് താല്പര്യമില്ല, ലോകത്തോടൊന്നും താല്പര്യമില്ല. ഭാര്യ ഉപേക്ഷിക്കേണ്ടവൻ ഭാര്യ ഉപേക്ഷിക്കുന്നു, ഭർത്താവിനെ ഉപേക്ഷിക്കുന്നു, ദേവാലയത്തിൽ പോകാതെ മാറി നിൽക്കുന്നു. എല്ലാത്തിനും പുച്ഛവും അവജ്ഞയും വെറുപ്പും. ഇത്തരം പിരിമുറുക്കങ്ങൾ വരുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബമാകുന്ന ദൈവത്തിൻ്റെ ആലയം, സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് പറുദീസ പോലെ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ തമ്മിലടിക്കുവാനോ മദ്യം കഴിച്ച് ബഹളം വയ്ക്കുവാനോ ഒന്നുമല്ല. ആ ആസ്വാദ്യ സ്നേഹം, ആ സ്നേഹം പരസ്പരം കൊടുത്ത് അത് വാങ്ങി തൻ്റെ പെണ്ണോമനകൾക്ക് ജന്മം കൊടുത്ത് ദൈവത്തിൻ്റെ തിരുമുഖം കുഞ്ഞുങ്ങളെ കണ്ട് കുഞ്ഞുങ്ങളുടെ തിരുമുഖം ദൈവമായിട്ട് ബന്ധപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, കാരണം ദൈവത്തിൻ്റെ സൃഷ്ടികളാണല്ലോ മനുഷ്യർ. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നതോടെ ദൈവം ഭൂമിയിൽ വന്ന് ജീവിക്കുന്ന അവസ്ഥ, ദൈവം ഭൂമിയിൽ വന്ന് അനുഭവിക്കുന്ന അവസ്ഥ, ആ അവസ്ഥയെ കണ്ടുകൊണ്ട് കുടുംബം സന്തുഷ്ടമായ ജീവിതം നയിക്കാൻ, പറുദീസ പോലെയാകാൻ, അവിടെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു ആനന്ദ നൃത്തം ചവിട്ടുവാനാണ് ദൈവം കുടുംബത്തെ സൃഷ്ടിച്ചത്. പക്ഷേ ഇത്തരം അപചയങ്ങൾ സംഭവിക്കുമ്പോൾ, അത് സഭയിൽ സംഭവിച്ചാൽ, കുടുംബത്തിൽ സംഭവിച്ചാൽ, രാജ്യങ്ങളിൽ സംഭവിച്ചാൽ, വലിയ യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടാൽ, എല്ലാം ബാധിക്കുന്നത്, എല്ലാവരെയും ബാധിക്കുമെങ്കിലും ഏറ്റവും അടിസ്ഥാനമായി ബാധിക്കുന്നത് കുടുംബങ്ങളെയാണ്. കുടുംബത്തിൻ്റെ ബന്ധങ്ങൾ ശിഥിലമാവുക, കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് നഷ്ടമാവുക, കുടുംബത്തിൽ മദ്യപാനം വർദ്ധിക്കുക, സാമ്പത്തിക തിരിമറികൾ ശരിയാകാതെ വരുമ്പോൾ നിരാശ കയറുക, കുറേ പേര് ആത്മഹത്യക്കായിട്ട് അങ്ങോട്ട് ഓടുന്നു, കുറേ പേര് കുടുംബക്കലഹത്തിനായിട്ട് നിൽക്കുന്നു, കുടുംബത്തിൽ ഭാര്യാഭർത്തൃ ബന്ധം ഛിന്ന ഭിന്നമാകുന്നു, വിവാഹം കഴിക്കാൻ നിൽക്കുന്നവർക്ക് വിവാഹം കഴിക്കാതെ വന്നു വരുമ്പോൾ നിരാശ ഉണ്ടാകുന്നു, അവർ മദ്യപാനത്തിലേക്ക് പോകുന്നു, അത് സഭയെ ബാധിക്കുന്നു, കുടുംബത്തെ ബാധിക്കുന്നു. ഇങ്ങനെ ഇനി ക്രിമിനൽ സംവിധാനങ്ങൾ വന്നാൽ സമൂഹത്തെ ബാധിക്കുന്നു, അത് കോടതിയിൽ കേസുകളായിട്ട് വർദ്ധിക്കുന്നു. ഇങ്ങനെ എല്ലായിടത്തും പിരിമുറുക്കം വർദ്ധിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടങ്ങളിൽ കുടുംബം ഒരു ബോംബ് പോലെയായി മാറുകയാണ്. കുടുംബത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ബോംബ് മുമ്പിൽ ഇരിക്കുന്നത് പോലെയാണ്. വലിയൊരു ഗുണ്ടു ബോംബ്, തൊട്ടാൽ അനങ്ങ പൊട്ടുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് കുടുംബം മാറ്റപ്പെട്ടു, ലോകവും മാറ്റപ്പെട്ടു. ലോകം നമുക്കെന്നറിയാം, ഇന്ന് ഇറാനുമായിട്ടുള്ള പ്രശ്നം, അമേരിക്കയുമായിട്ടുള്ള പ്രശ്നം, ഗാസയുമായിട്ടുള്ള പ്രശ്നം, ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നം, ചൈനയുമായിട്ടുള്ള പ്രശ്നം, ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നം. ഇതെല്ലാം ഏത് നിമിഷവും ആരെങ്കിലും ഒരു കല്ലെടുത്തിട്ടാൽ പൊട്ടിത്തെറിക്കുന്ന കുവള പോലെ പെട്ടെന്ന് പൊട്ടുന്ന അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ മദ്യപാനവും അതുപോലെ തന്നെയാണ്.
മദ്യപാനം കഴിഞ്ഞ ശേഷം വന്ന് ആ മക്കളും ഭാര്യയും അനുഭവിക്കുന്ന ഹൃദയവേദന, അതിൻ്റെ ആഴങ്ങൾ, അതിൻ്റെ ദുഃഖം ഒരു വ്യക്തിയെ ബാധിക്കുക. മക്കളും മാതാപിതാക്കളും അപ്പനും മക്കളും തമ്മിൽ സ്നേഹത്തിന് വിള്ളൽ വരുന്നു. അത് മക്കൾ ചോദ്യം ചെയ്യാറായി വരുമ്പോൾ അപ്പനും മക്കളും തമ്മിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു. അതോടെ കുടുംബ ബന്ധങ്ങൾ തകരുന്നു. ഭാര്യാഭർത്തക്കന്മാരിൽ ഭർത്താവാണ് മദ്യം കഴിക്കുന്നെങ്കിൽ ഭാര്യ സഹനമേറ്റെടുത്ത് മടുക്കുമ്പോൾ ഭാര്യ രോഗിയായിട്ട് മാറുന്നു. അനേകം രോഗിയായിട്ട് മാറിയ സ്ത്രീകളെ എനിക്കറിയാം. അതുപോലെ കുടുംബത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളും ഒരു ബോംബ് പൊട്ടാറായിട്ടിരിക്കുന്നത് പോലെ, ഒരു പൊട്ടാൻ തയ്യാറായിട്ടിരിക്കുന്ന ബോംബായിട്ട് കുടുംബങ്ങൾ മാറിയിരിക്കുകയാണ്. ഏതു നിമിഷവും അപ്പനും മക്കളിൽ തമ്മിൽ പ്രശ്നം ഉണ്ടാവാം, ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം ഉണ്ടാവാം, അയൽപക്കാർ തമ്മിൽ പ്രശ്നം ഉണ്ടാകാം, സഭയും കുടുംബം തമ്മിൽ പ്രശ്നം ഉണ്ടാകാം. വിശ്വാസം നഷ്ടപ്പെടുക, വിശുദ്ധി നഷ്ടപ്പെടുക, സ്നേഹം നഷ്ടപ്പെടുക, ദൈവിക സാന്നിധ്യം ഇല്ലാതാവുക, ദൈവസ്നേഹത്തിന് അകന്നു പോവുക, പൈശാചിക്തങ്ങളുടെ അടിമത്തത്തിലേക്ക് പോവുക, മീഡിയകളുടെ അണ്ടറിലായി പോവുക. അതുപോലെ തന്നെ മൊബൈൽ ഫോണ്, ലാപ്ടോപ്പ്, ഇൻ്റർനെറ്റ് മുതലായ വസ്തുക്കളിൽ നിന്നും മനുഷ്യൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അശ്ലീലത്തിൻ്റെയും അശുദ്ധിയുടെയും അളവ് വർദ്ധിക്കുമ്പോൾ ഹൃദയത്തിൽ വലിയ ഭാരം അനുഭവപ്പെടുകയും ഹൃദയത്തിൽ വലിയ മ്ലേച്ഛത തിങ്ങിക്കൂടുകയും അത് ക്രിമിനലിസത്തിലേക്ക് മാറുകയും അങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ. അങ്ങനെ എന്തുകൊണ്ടും കുടുംബത്തിൻ്റെ വേദന എന്ന് പറയുന്നത് ഇന്ന് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് സർവശക്തനായ ദൈവം യേശു ക്രിസ്തു, ആ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരു മകനോ മകളോ ഭാര്യയോ അമ്മയോ ഒരു മെഴുകുതിരി പോലെ ആ കുടുംബത്തിന് വേണ്ടി ഉരുകിത്തീരുന്നത് കൊണ്ടാണ് ഇന്ന് പല ഭവനങ്ങളും നിലനിന്ന് പോകുന്നതെന്ന് വളരെ വ്യക്തമായ സത്യമാണ്. അതുപോലെ തന്നെ ചില വൈദികരുണ്ട്, നല്ല വൈദികർ, നല്ല ഇടവൈദികർ. ചില ഇടവകളിൽ നിന്ന് പോകുന്നത് ചില വൈദികരുടെ ഉരുക്കം കൊണ്ടാണ്. ആ വൈദികരെ ആ സമൂഹത്തിന് വേണ്ടി, ആ ഇടവയ്ക്ക് വേണ്ടി, ആ കുടുംബങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥമായി നിന്നുകൊണ്ട് വിശുദ്ധ ബലിയർപ്പിക്കുകയും ആ ഇടവയിലെ പ്രശ്നങ്ങളെ പരിഹരിക്കുകയും സമാധാനത്തിലും സ്നേഹത്തിലും നിന്നുകൊണ്ട് സഹനം ഏറ്റെടുത്തുകൊണ്ട് ആ ഇടവയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ രൂപതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് ആ ഇടവക അഥവാ രൂപത അല്ല സഭയൊക്കെ നിലനിന്ന് പോകുന്നത്. ഏതെങ്കിലും വൈദികൻ ഉരുകാനുണ്ടാവും ഒരു സഭയ്ക്ക് വേണ്ടി, കുടുംബത്തിനോ അല്ലെങ്കിൽ ഒരു ഇടവയ്ക്ക് വേണ്ടിയിട്ടോ. ചില മെത്രാന്മാർ സഭയ്ക്ക് വേണ്ടി ഉരുകുന്ന മെത്രാന്മാരുണ്ട്, തൻ്റെ ജീവനും ജീവിതവും സഭയ്ക്ക് വേണ്ടി തീരെഴുതി കൊടുത്തവർ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, കുടുംബത്തിലായാലും ഇടവകയിലായാലും സഭയിലായാലും നമുക്ക് വേണ്ടി ഉരുകുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനേകർ ഇന്ന് ഈ ലോകത്ത് വേദനയോടെ, ഹൃദയവേദനയോടെ, ഹൃദയം പൊട്ടുന്ന വേദനയോടെ അനേകം അമ്മമാരും സഹോദരങ്ങളും എന്നെ വിളിച്ച് പറയാറുണ്ട്, ബ്രദറെ, മദ്യപാനത്തിൻ്റെ ശീലം, മദ്യപാനം എന്ന ദുരന്തം അതൊരു വലിയ ഇടിത്തിയായി ഭൂമിക്ക് മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്, കുടുംബത്തിന് മുകളിൽ നിൽക്കുകയാണ്, സമൂഹത്തിന് മുമ്പിൽ ക്രിമിനലിസം വർദ്ധിക്കുകയാണ്, ക്രിമിനൽ കുറ്റവാളികളുടെ വർധനവ് അതങ്ങനെ വർദ്ധിച്ചു വരുന്നു. കുടുംബത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ വിള്ളലുകൾ. ഇന്നത്തെ കാലത്താണെങ്കിൽ മദ്യപിക്കുന്ന ഭർത്താവിനെ ജോലിയും ധൈര്യം തന്നോടുള്ള ഭാര്യമാർ നിഷ്കരണം വലിച്ചൊരിഞ്ഞിട്ട് പോകും. എനിക്ക് നിങ്ങളുടെ അങ്ങനത്തെ കേസ് എനിക്കറിയാം. ഒരു ധ്യാന സെൻ്ററിൽ ചെന്നപ്പോൾ ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വേണ്ടി അവിടെ വന്നു. അവർ അവിടെ പ്രാർത്ഥന ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ കൂടെ മധ്യശ്രമത്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ആ സ്ത്രീയോട് ഞാൻ ചോദിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞ ചെറുപ്പക്കാരെയാണ്, വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല. അപ്പോൾ മദ്യപിക്കുന്ന ആളല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കല്യാണം നടന്നതെന്നാണ് ആ സഹോദരി പറയുന്നത്. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ കല്യാണം കഴിച്ചത്. പക്ഷേ 3 മാസം കഴിഞ്ഞപ്പോൾ മുതൽ അദ്ദേഹം മദ്യം കഴിച്ചിട്ട് വരാൻ തുടങ്ങി. അതോടെ ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് നിങ്ങളെ പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവർ തമ്മിൽ ബഹളമായി. അത് എനിക്ക് നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞ് ആ സ്ത്രീ കുടുംബത്തിൽ ഇറങ്ങിപ്പോയി. കാരണം ചോദിച്ചപ്പോൾ മദ്യപിക്കുന്ന ഒരാളെ എനിക്ക് വേണ്ട, എനിക്കിഷ്ടമല്ല, അങ്ങനെ ഒരാളെ പങ്കാളിയായിട്ട് എനിക്ക് വേണ്ട, എനിക്കത് സഹിക്കേണ്ട ആവശ്യമില്ലെന്ന് ആ സ്ത്രീ പറഞ്ഞു. അപ്പോൾ അവൾ ഇട്ടിച്ചു പോയി. അപ്പോൾ ഇന്ന് ആ മനുഷ്യൻ വെറുതെ അലഞ്ഞു കിടക്കുകയാണ്. കാരണം വെച്ചാൽ ഭാര്യയില്ല, പുതിയ കല്യാണം നടക്കുകയുമില്ല. ഇദ്ദേഹം മദ്യപാനിയായി മാറി മദ്യത്തിലേക്ക് പോയി. ആർക്കാണ് പോയത്? ആ സ്ത്രീ രക്ഷപ്പെട്ടു. ആ സ്ത്രീയെ കല്യാണം കഴിക്കാൻ 100 പേര് വരും. പക്ഷേ ആ വ്യക്തിയുടെ ആത്മാവ് നിരാശയുടെ പടുകുഴിയിൽ എന്നേക്കുമായിട്ട് നിബന്ധിച്ച് ആ മനസ്സും ശരീരവും ആത്മാവും നഷ്ടപ്പെട്ട് നിത്യപാതാളത്തിലേക്ക് വലിച്ച് താഴ്ത്തപ്പെടുന്ന പൈശാചിക തിന്മയുടെ അടിമത്തത്തിലേക്ക് പോകുമ്പോൾ ആ വ്യക്തി എന്നേക്കുമായിട്ട് നശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ലോകത്ത് മദ്യം കഴിച്ച് നന്നായവർ ഒരു വ്യക്തി പോലും ഇല്ല. മദ്യം കഴിച്ച് നശിച്ചവരേ ഉള്ളൂ. മദ്യത്തെ പോലെ തന്നെ അപകടകാരികളാണ് പുകവലിയുടെ ശല്യം കൊണ്ട് വീട് വിട്ടുപോയ ഭാര്യമാർ, ഇട്ടേച്ചു പോയ മക്കള്, പിന്നെ മുറുക്കി തുപ്പുന്നവർ, പാൻപര ഉപയോഗിക്കുന്നവർ, നാക്കിനടിയിൽ ഉപയോഗിക്കുന്നവർ, നമുക്കറിയാം ഇന്ന് MDMA പോലെ ഉപയോഗിക്കുന്നവർ. അതേപോലെ ഒരു കുടുംബത്തെ നശിപ്പിക്കുന്ന മറ്റൊന്നാണ് ഇന്നത്തെ മീഡിയകളെ, ബ്ലൂ ഫിലിമുകൾ പോലെ ഉള്ള സംഭവങ്ങൾ. പ്രിയപ്പെട്ടവരെ, ലൈംഗിക മേഖലയുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ അശുദ്ധി തേടിപ്പോയി കഴിഞ്ഞാൽ അതിന് ദുരാത്മാക്കൾ വ്യക്തിയിലേക്ക് കയറി വരും. അത് ഭാര്യാഭർത്തൃ ബന്ധത്തെ നശിപ്പിക്കും, ലോകത്തെ നശിപ്പിക്കും.
അതും ഇതുപോലെ തന്നെ മദ്യപാനത്തിന് തുല്യമാണ്. ഇത്തരം മ്ലേച്ഛതകൾ കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ ആത്മാവും മനസ്സും ശരീരവും അശുദ്ധമാകുമ്പോൾ ആ വ്യക്തിയുടെ ജീവനും ജീവിതവും കുടുംബവും നശിച്ചു പോകുന്ന സംഭവം അനേകം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഇന്ന് ലോകം ഒരുക്കപ്പെട്ടു കഴിഞ്ഞു. സാത്താൻ കെണി ഒരുക്കി കാത്തിരിക്കുകയാണ്. ആരാണ് ഈ ഇര വന്ന് കയറുന്നത് ഇതിനകത്ത് എന്ന് കണക്കുകൊണ്ട് ഭാര്യാഭർത്താക്കന്മാർ സ്നേഹിക്കുന്നത് കാണാൻ സാത്താന് തീരെ ഇഷ്ടമില്ല. കാരണം അവരെ വിഘടിപ്പിച്ചാൽ സാത്താൻ്റെ അക്കൗണ്ടിലേക്ക് കോടാനുകൂടി വരും. ഭാര്യാഭർത്താക്കന്മാർ സ്നേഹത്തിൽ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ സാത്താന് വലിയ വിഷമമാണ്. അവൻ എങ്ങനെയും ഭാര്യയും ഭർത്താവിനെ അടിച്ച് പിരിക്കുവാൻ വേണ്ടി എല്ലാ സംവിധാനവും ഒരുക്കി കൊടുക്കും. അതിന് ഇന്നത്തെ ഈ ചാനൽ പോലുള്ള സംവിധാനങ്ങളിൽ കൂടെ പല രീതിയിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് മുഴുവൻ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്, അറിയാവുന്ന കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് മദ്യപാനത്തിൻ്റെ തിക്തഫലത്തെക്കുറിച്ച് ചില വ്യക്തികൾ എന്നോട് സംസാരിച്ചപ്പോൾ എൻ്റെ ഹൃദയം വല്ലാതെ വേദനിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും മാത്രം നിങ്ങളോട് സംസാരിക്കുന്നത്. അതിനാ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യാണ്. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ധ്യാനങ്ങൾ, നമ്മുടെ കുമ്പസാരങ്ങൾ അതിശക്തമായിട്ട് നമ്മൾ ഉപയോഗിച്ചേ പറ്റൂ. ഇപ്പോൾ നമുക്ക് ദൈവം നമുക്ക് നമ്മുടെ സഭയും വൈദ്യരെ ഇപ്പം നിലവിൽ നമ്മുടെ കൺമുമ്പിലുണ്ട്. ചില സ്ഥലങ്ങളിൽ, ഇപ്പോൾ എറണാകുളം പോലത്തെ ചില സ്ഥലങ്ങളിൽ അല്പം അപജയങ്ങളോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വേദന എല്ലാവർക്കും ഉണ്ട്. ലോകം മുഴുവനും സഭയിലെ ഒരുപാട് ആളുകൾ വേദന അനുഭവിക്കുന്നുണ്ട്. നമുക്ക് ആ പ്രശ്നം പരിഹരിക്കപ്പെടാൻ മുട്ടേന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് സഭയ്ക്ക് വേണ്ടി, സഭയുടെ ഐക്യത്തിന് വേണ്ടി, സഭയിൽ ശക്തമായ പരിശുദ്ധാത്മ അഭിഷേകം ഉണ്ടാകാൻ വേണ്ടി, സഭയിൽ ദൈവാത്മ നഷ്ടപ്പെട്ടു പോയി ചൈതന്യത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി, സഭയിൽ നിന്ന് പറന്നിറങ്ങിപ്പോയ പരിശുദ്ധാത്മനെ തിരിച്ചു വിളിച്ച് സഭയിൽ കുടിയിരുത്തുവാൻ വേണ്ടി, സഭയിൽ നഷ്ടപ്പെട്ടു പോയ സ്നേഹവും ബഹുമാനവും അംഗീകാരവും തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി, പ്രശ്നങ്ങൾ പരിഹരിച്ച് ഐക്യം പ്രാപിച്ച് സഭ ശക്തിപ്പെടുവാൻ വേണ്ടി ധാരാളം ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തകർന്നുപോയ കുടുംബങ്ങൾ വിശ്വാസം എന്താണെന്നും വിശുദ്ധി എന്താണെന്നും അറിയത്തില്ലാതെ, ഒരു കുമ്പസാരത്തിൻ്റെ മഹത്വം അറിയത്തില്ലാതെ, ഒരു തോന്നുന്ന പോലുള്ള കുമ്പസാരിക്കുമ്പോൾ നമ്മളിൽ നിന്നും ഇറങ്ങിപ്പോയ പിശാച് തിരിച്ചതേ ശക്തിയിൽ ഇറങ്ങി വന്ന് നമ്മളിൽ തന്നെ കയറിക്കൂടുന്ന അവസ്ഥയാണ് ഇന്നത്തെ കുമ്പസാരത്തിൽ നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ്? കുമ്പസാരത്തിൻ്റെ പവിത്രത, അതിൻ്റെ മഹത്വം, അതിൻ്റെ ശക്തി, അതിൽ അന്തർലീനമായിരിക്കുന്ന ശക്തിയെ തിരിച്ചറിയാതെ ഒരു നിസ്സാരമായിട്ട് കാണുന്നതുകൊണ്ടാണ് നമ്മളിൽ നിന്നും ഇത്തരം പൈശാചികതയിൽ വിട്ടുപോകാതെ വീണ്ടും പിന്തുടർന്ന് നമ്മളെ കീഴ്പ്പെടുത്തുന്നത്. എന്നാൽ അതിശക്തമായ കുമ്പസാരത്തിന് ചില നിബന്ധനകൾ, ചില കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. അങ്ങനെ കുമ്പസാരിച്ചാൽ, അങ്ങനെ ആ ധ്യാന ക്ലാസ്സുകൾ കേട്ടാൽ, അങ്ങനെ പരിശുദ്ധാത്മ നിറഞ്ഞാൽ എന്നേക്കുമായി നമ്മളിൽ നിന്നും ദൈവത്തിൻ്റെ അശുദ്ധി നമ്മളിൽ നിന്നും എന്നേക്കുമായിട്ട് ഇറങ്ങിപ്പോവും. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഒരു അഗ്നിഗോളമായി, ഒരു അഗ്നിസ്തംഭമായി, ഒരു അഗ്നിമേഘമായി നമ്മളെ നയിക്കുകയും ഭരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മ നമ്മളിൽ എന്നേക്കും വസിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാവും. അതിൻ്റെയൊക്കെ പ്രാധാന്യവും അതിൻ്റെയൊക്കെ തിയറികളും എല്ലാത്തിനും അതിൻ്റെതായ നിബന്ധനകളും ചട്ടക്കൂടുകളും ഉണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഒരു കുമ്പസാരത്തിന് അതിൻ്റെതായ ചട്ടക്കൂടുകളുണ്ട്. നമ്മൾ ഇന്നുവരെ കണ്ടിട്ടുള്ള കുമ്പസാരം പോലെയുള്ള കുമ്പസാരമല്ല ഈ എളിയദാസൻ നിങ്ങൾ എടുക്കുന്നത്. ഇന്നുവരെ നമ്മൾ നമുക്കറിയാം, നമ്മൾ കേട്ടുമിരിക്കുന്നതാണ് എന്തൊക്കെയാണ്. അതിനപ്പുറത്തേക്കും ഒരു കുമ്പസാരത്തിൻ്റെ മഹത്വമുണ്ട്. അതിനപ്പുറത്തേക്കും കുമ്പസാരത്തിലൂടെ നമുക്ക് ശക്തമായ അഭിഷേകം ലഭിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്കും ചില ജ്ഞാന വചസ്സുകൾ നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ ആഹ്വാനം ചെയ്യാണ്. ഇന്ന് ലോകം നശിച്ചുകൊണ്ടിരിക്കുകയാണ്, കുടുംബം നശിച്ചുകൊണ്ടിരിക്കുകയാണ്, സഭ ശൂന്യതയിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് ഈ സംവിധാനങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ ദൈവമായ കർത്താവേ, ഞങ്ങളെ കാര്യമായി സംരക്ഷിക്കണമേ, ഞങ്ങളുടെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ വേദനകൾ അവിടുന്ന് കാണണമേ, ഞങ്ങളുടെ ഹൃദയവേദനകൾ അവിടുന്ന് കാണണമേ, ഞങ്ങളുടെ സഹനത്തെ അവിടുന്ന് ഏറ്റെടുക്കണമേ. സ്വർഗീയ അപ്പ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, അങ്ങനെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. മദ്യപിക്കുന്നവരെ അവിടുന്ന് പരിപൂർണമായിട്ടും വിടുതൽ കൊടുത്ത് സംരക്ഷിക്കണമേ, രക്ഷിക്കണമേ, വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ പ്രിയപ്പെട്ടവരെ. അതിനായി നമ്മളാൽ കഴിയുന്ന എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്യാൻ എളിദാസന് കോരിക്കമാണ്. ക്ലാസ് കൊടുക്കാൻ, കുമ്പസാരിപ്പിക്കുവാൻ, ആരാധന കൊടുക്കുവാൻ, നമ്മുടെ ദേവാലയങ്ങളെല്ലാം സംവിധാനം. പ്രിയപ്പെട്ട അച്ഛനോട് സംസാരിച്ചു, അച്ഛൻ പറഞ്ഞു കുമ്പസാരികൾ അവസരം കൊടുക്കാമെന്നൊക്കെ എന്നോട് സമ്മതിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ ഈ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ വലിയ മഹത്വത്തിലേക്ക് മുന്നോട്ട് പോകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും അതിനായിട്ട് നമ്മൾ സഹകരിക്കുകയും ചെയ്താൽ വലിയൊരു ടീമിനെ രൂപപ്പെടുത്തിക്കൊണ്ട് തന്നെ വളരെ ശക്തമായ ആത്മീയ അഭിഷേകം നിങ്ങൾക്ക് പകർന്നു വരുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി എപ്പോഴും കാവലും കൂട്ടുമായിട്ട് കൂടെയുണ്ട്. അതിനാൽ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ പലതും, മദ്യപാനത്തിലൂടെ നഷ്ടപ്പെട്ടത്, മറ്റെന്തെല്ലാം സംവിധാനത്തിലൂടെ നഷ്ടപ്പെട്ടു പോയി, അതിനെല്ലാം തിരിച്ചെടുക്കാൻ, എല്ലാം വീണ്ടെടുക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സദാ നമ്മുടെ ഒപ്പമുണ്ട്. പക്ഷേ നമ്മൾ ആ രീതിയിലേക്കൊന്ന് ക്രമീകരിക്കപ്പെട്ടാൽ മതി, നമ്മൾ ആ ജ്ഞാനം കൊണ്ടൊന്ന് നിറഞ്ഞാൽ മതി, നമ്മളൊന്ന് കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ മതി, നമ്മളൊന്ന് ശിരസ് നമിച്ചാൽ മതി. സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ്, സർവശക്തനായ യേശു തന്നെ നമുക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടുകയും ഇടപെടുകയും ചെയ്യുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, തുടർന്നുള്ള നമ്മുടെ ധ്യാന ക്ലാസ്സുകൾ, തുടർന്നുള്ള പ്രാർത്ഥനകൾ, ധ്യാനങ്ങൾ
ഈ എളിദാസിൽ കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രത്യേക ധ്യാന ക്ലാസ്സുകളെല്ലാം മദ്യപാനത്തെ സംബന്ധിച്ചും ഇന്നത്തെ ആധുനിക ലോകത്തിൻ്റെ അപജയത്തെക്കുറിച്ചും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രഹിക്കുകയും അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വഴി തുറക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതിനാൽ മദ്യപാനത്തിൻ്റെ വേദനയിൽ കഴിയുന്നവർക്കൊക്കെ കർത്താവ് ക്ലാസ്സുകൾ കേൾക്കാനും അവിടെ വന്ന റിസോർട്ടുകൾ വന്ന് അടുത്ത ധ്യാനം നമ്മുടെ റിസോർട്ടിലാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞിരുന്ന ആൾ കൂടുകയാണെങ്കിൽ റിസോർട്ടിൽ തന്നെ ചെയ്യും. അതൊക്കെ അവിടെ ക്രമീകരിക്കപ്പെടും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുക. നിങ്ങൾ 1500 രൂപ വെച്ച് ഒരാൾക്ക് ബുക്ക് ചെയ്തുകൊണ്ട് അടുത്ത ധ്യാനത്തിൻ്റെ ഒരുക്കത്തിനായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിനായി സർവശക്തനായ യേശുനാഥൻ എല്ലാവിധ പൈശാചിക തിന്മയിൽ നിന്നൊരു വിടുതൽ, ഒരു രക്ഷപ്പെടൽ, കർത്താവെ ഞങ്ങൾ തെറ്റുപറ്റിപ്പോയെന്ന് തുറന്നു പറഞ്ഞാൽ സർവശക്തനായ ദൈവം നമ്മളെ തൊടുക തന്നെ ചെയ്യും. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നടന്നു നീങ്ങുമ്പോൾ, യുദ്ധകാഹളം ലോകത്തുനിന്ന് വിവിധ ദേശങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ, ഏതു നിമിഷവും ഭയാനകമായ ആഗോള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ നമ്മൾ അനുഭവിക്കാനിരിക്കുന്ന കഷ്ടവും നഷ്ടവും ദുഃഖവും ദുരിതവും മനസ്സിൽ ഓർത്താൽ പോലും ഭയമാവും. അതിനാൽ സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധാത്മാവിൻ്റെ ആവഹിക്കലും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം നമുക്കില്ലാതെ ഒരിക്കലും ഈ ലോകത്തിലെ പൈശാചികത്തിൽ രക്ഷപ്പെടാനോ വിടുതൽ പ്രാപിക്കാനോ മുന്നോട്ട് നീങ്ങുവാനോ സാധിക്കില്ല. അതിനെ പ്രിയ സുഹൃത്തുക്കളെ, യേശു ക്രിസ്തുവിൻ്റെ തിരുവചനത്തെ ശക്തി ഗ്രഹിക്കാൻ, ആ തിരുവചനത്തിന് ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ, ആ തിരുവചനത്തിൻ്റെ അന്തർലീനമായിരിക്കുന്ന നിഗൂഢ ശക്തിയുടെ നിഗൂഢ രഹസ്യത്തിൻ്റെ പൊരുളറിഞ്ഞ് അതിൻ്റെ ഹൃദയത്തെ സ്വീകരിക്കുവാൻ, ആ സംരക്ഷണ കോട്ടയിലാകുവാൻ, എല്ലാ അസ്വസ്ഥതയും വിട്ടുപോകാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അതിനായി പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. സർവശക്തനായ യേശു ക്രിസ്തുവിന്റെ തിരുരത്വം നമുക്ക് കോട്ടകെട്ടി സംരക്ഷണം ഒരുക്കട്ടെ. സർവശക്തനായ യേശു ക്രിസ്തുവിന്റെ തിരുവചനം നമ്മളെ ഭരിക്കട്ടെ, നയിക്കട്ടെ, നിയന്ത്രിക്കട്ടെ. യേശുവിൻ്റെ വചനം നമുക്ക് നിത്യജീവൻ തരുന്ന അമൂല്യ നിധിയാണ്. അതിലെ പ്രിയ സഹോദരങ്ങളെ, യേശുവിൻ്റെ വരവിൻ്റെ ഒരുക്കമായ ഈ കാലഘട്ടത്തിലൂടെ നടന്നു പോകുമ്പോൾ എല്ലാവിധ പൈശാചിക തിന്മയിൽ നിന്നും, എല്ലാവിധ ബന്ധനത്തിൽ നിന്നും, എല്ലാവിധ അസ്വസ്ഥതകളിൽ നിന്നും ഒരു രക്ഷ, ഒരു നിത്യരക്ഷ, ഒരു നിത്യവിടുതൽ നമുക്ക് കിട്ടുവാൻ നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. അതിനായി നമ്മൾ ഓരോരുത്തരെയും സർവശക്തനായ യേശുനാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.